ഏറ്റവും ചെറിയ ഒരാളുടെ, ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ലഭിക്കുന്ന ഒരാളുടെ മഹത്വമറിഞ്ഞാൽ തന്നെ ആ സ്വർഗലോകത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എത്രയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, മാ അദ്നാ അഹ്ലിൽ ജന്നതി മൻസിലതൻ, അല്ലാഹുവേ സ്വർഗ്ഗത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി, ഹുവ റജുലുൻ അല്ലദീ യജീഉ ബഅദമാ ഉദ്ഖില അഹ്ലുൽ ജന്നതി അൽ ജന്ന. സ്വർഗ്ഗത്തിലെ മുഴുവൻ ആളുകളും അവർക്ക് അവരുടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, എല്ലാവരും അവരവരുടെ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഒരു വ്യക്തി വരും. അല്ലാഹു അദ്ദേഹത്തോട് പറയും, ഉദ്ഖിലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ. അദ്ദേഹം പറയും, അല്ലാഹുവേ ഐ റബ്ബി കൈഫ വഖദ് നസല അന്നാസു മനാസിലഹും വഅഖദ അഖദാതിഹിം. ജനങ്ങളൊക്കെ അവരുടെ വീടുകളിൽ കയറി കഴിഞ്ഞു, എല്ലാവരും എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞു, ഞാൻ അവസാനക്കാരനാണ്, ഞാൻ ഇതിലേക്ക് കടന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? എല്ലാവരും എല്ലാം കൊണ്ടുപോയില്ലേ? അല്ലാഹുവിന്റെ ചോദ്യം, അതർലാ അൻ യകൂന ലക മിസ്ലു മുൽകി മലികിൻ മിൻ മുലൂകി ദുനിയാ, ഈ ദുനിയാവിലെ രാജാക്കന്മാർക്ക് കിട്ടുന്ന അത്രയും വലിയ ഒരു സ്വത്ത് അത് നിനക്ക് കിട്ടിയാൽ നീ തൃപ്തിയടയുകയില്ലേ? അദ്ദേഹം പറഞ്ഞു, റളിയതു റബ്ബി, അതേ റബ്ബേ എനിക്കത് മതി. ഒരു രാജാവിന് കിട്ടുന്ന, ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിക്ക് കിട്ടുന്ന അത്രയും എനിക്ക് കിട്ടുകയോ? അവസാനം വന്നിട്ടും എനിക്കത് മതി. പക്ഷേ അല്ലാഹു പറഞ്ഞു, പോരാ, നിനക്കത് പോരാ. വലക മിസ്ലു വമിസ്ലു വമിസ്ലു വമിസ്ലു, 4 തവണ ആവർത്തിച്ചു പറഞ്ഞു, അതിന്റെ 4 ഇരട്ടി നിനക്ക് വേറെയും ലഭിക്കും. അദ്ദേഹം 5ാമത്തെ തവണ പറഞ്ഞു, റബ്ബേ റളിയതു റബ്ബി, മതി റബ്ബേ, മതി റബ്ബേ. പക്ഷേ പടച്ച റബ്ബ് നിർത്തുന്നില്ല. ഇന്നഹു ഹുവൽ ബർറുർ റഹീം, തീർച്ചയായും പടച്ച റബ്ബ് അങ്ങേയറ്റം പുണ്യമുള്ളവനും കാരുണ്യവാനുമാകുന്നു, നന്മ നിറഞ്ഞവനും കാരുണ്യവാനുമാകുന്നു, എത്രയും നൽകുന്നവനാകുന്നു. ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുകൾ മുഴുവൻ അവന്റെ കൈകളിലാകുന്നു. ലഹു ഖസായിനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുകൾ അത് പടച്ച റബ്ബിന്റെ കൈകളിലാകുന്നു. അതുകൊണ്ട് തന്നെ റബ്ബ് പറയാണ്, ലക ഹാദാ വഅശറതു അംസാലിഹി, നിനക്കിതുമുണ്ട്, അല്ല വേറെ 10 ഇരട്ടി വേറെയുമുണ്ട്. അദ്ദേഹം പറയൂ, റബ്ബേ റളീതു, ഞാൻ തൃപ്തനാണ്. പടച്ച റബ്ബ് നിർത്തിയില്ല, പോരാ, അതും പോരാ. ലക മസ്തഹത് നഫ്സുക് വലദ്ദത ഐനുക്, നിന്റെ ഹൃദയം എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ഇനി നിനക്കുണ്ട്. നിന്റെ കണ്ണിന് എന്തെല്ലാം കുളിർമ നൽകുമോ അതും നിനക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മടക്കി പറഞ്ഞയക്കും. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും, അല്ലാഹുവേ, എങ്കിൽ ഏറ്റവും വലിയ ദർജയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു പറയാൻ, അതെ, ഉലൈകല്ലദീന അറത്തു വഗറസ്തു കറാമതഹും ബിയദി, തീർച്ചയായും അവരെ ഞാൻ പ്രത്യേകമാക്കിയിരിക്കുന്നു, അവർക്കുള്ള കറാമത്തുകളൊക്കെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അതിനെ സീല് വെച്ച് ആർക്കും കാണാതെ വെച്ചിരിക്കുന്നു. ലം തറ ഐനുൻ വലം തസ്മഉ ഉദുനുൻ വലം യഖ്തുറ അലാ ഖൽബി ബശറിൻ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്ത അത്രയും മനോഹരമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, എന്തെല്ലാം കൺകുളിർമയുള്ള കാര്യങ്ങളാണ് സ്വർഗ്ഗലോകത്തിൽ അല്ലാഹു തയ്യാറാക്കി വെച്ചത് എന്ന് ഒരാൾക്കും അറിയില്ല. അത് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അതിനേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുന്നു. അവസാനം സ്വർഗ്ഗത്തിലുള്ള ആളുകളെ മുഴുവൻ സ്വർഗ്ഗത്തിലാക്കിയതിനു ശേഷം അല്ലാഹു അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിക്കും, ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളുകൾ സ്വർഗ്ഗത്തിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണ്ടതുണ്ടോ? എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകി, ഇനി വല്ലതും നിങ്ങൾക്ക് വേണ്ടതുണ്ടോ? സ്വർഗത്തിന്റെ ആളുകൾ ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് അലം തുബയ്യിദു വുജൂഹനാ, റബ്ബേ ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശപ്പെടുത്തിയില്ലേ റബ്ബേ, വതുദ്ഖിൽനാൽ ജന്ന, പ്രവിശാലമായി സ്വർഗ്ഗലോകത്ത് പ്രവേശിച്ചില്ലേ റബ്ബേ, പ്രവേശിപ്പിച്ചിട്ടില്ലേ റബ്ബേ, വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ റബ്ബേ, ഇനി ഞങ്ങൾക്ക് എന്ത് വേണം? ഇതിനേക്കാൾ വലുത് എന്താണ് ലഭിക്കാനുള്ളത്? പക്ഷേ അതിനേക്കാൾ വലുതൊന്ന് അവർക്ക് ലഭിക്കാനുണ്ടെന്ന് റഹ്മാനായ റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ ഫയുർഫഉൽ ഹിജാബ്, അല്ലാഹുവിന്റെ ഹിജാബ് ഉയർത്തപ്പെടും.
ഉയർത്തപ്പെടും. സൃഷ്ടികൾക്ക് പടച്ച റബ്ബിനെ കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള 4 മറകളെ കുറിച്ച് ഹദീസിൽ വന്നില്ലേ? ആ 4 മറകളും ഉയർത്തപ്പെടുകയും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫയൻളുറൂന ഇലാ വജ്ഹില്ലാഹി സുബ്ഹാനഹു വ തആല, ആകാശഭൂമികളുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ മുഖത്തേക്ക് അവർ നോക്കുകയും ചെയ്യും. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബായ ഖാലിഖായ റാസിഖായ മുദബ്ബിറായ ആകാശഭൂമികളുടെ സൃഷ്ടാവായ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ച പ്രവാചകന്മാരെ അയച്ച മഹാനായ റഹ്മാനായ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ മഹത്തരമായ ഒന്നവർക്ക് അവിടെ ലഭിക്കുകയില്ല. അവർ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ എത്ര സംതൃപ്തിയോടുകൂടിയാണോ നമ്മൾ നോക്കുന്നത്, അതിനേക്കാൾ മനോഹരമായി റബ്ബിനെ നമ്മൾ കാണും. പ്രകാശപൂരിതമായ ചില മുഖങ്ങൾ ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ലോകം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ സ്വർഗം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ റബ്ബിനെ ഒന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.